രണ്ട് ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. Second Chronicles chapter 13 verse 10. ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു, അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹരോന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട്. ലേവ്യരും ഞങ്ങളുടെ വേല നോക്കി വരുന്നു. അവർ ദിനം പ്രതി രാവിലെയും വൈകുന്നേരവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളും പരിമളധൂപവും അർപ്പിക്കുന്നു. കാഴ്ചയപ്പം വിശുദ്ധ മേശമേൽ അടുക്കുന്നു. പൊൻനിലവിളക്കും അതിന്റെ ദീപങ്ങളും വൈകുന്നേരം തോറും കത്തിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു. നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാ, ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ തലവനായി ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനി കാഹളങ്ങളോടുകൂടെ അവന്റെ പുരോഹിതന്മാരും ഉണ്ട്. ഇസ്രായേല്യരെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്, നിങ്ങൾ കൃതാർത്ഥരാകയില്ല. എന്നാൽ യൊരോബെയാം അവരുടെ പിറകിൽ വളഞ്ഞു ചെല്ലുവാൻ പതിയിരിപ്പുകാരെ അയച്ചു. അങ്ങനെ അവർ യഹൂദ്യരുടെ മുമ്പിലും പതിയിരിപ്പുകാർ പിറകിലും ആയി. യഹൂദ്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ പട മുമ്പിലും പിറകിലും കണ്ടു. യഹോവയോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളമൂതി. യഹൂദാപുരുഷന്മാർ ആർത്തു വിളിച്ചപ്പോൾ ദൈവം യൊരോബെയാമിനെയും എല്ലാ ഇസ്രയേലിനെയും അബിയാവിനോടും യഹൂദ്യരോടും തോൽക്കുമാറാക്കി. ഇസ്രായേല്യർ യഹൂദ്യരുടെ മുമ്പിൽ നിന്ന് ഓടി. ദൈവം അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അബിയാവും അവന്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു. ഇസ്രായേലിൽ 5 ലക്ഷം ശ്രേഷ്ഠ യോദ്ധാക്കൾ ഹതന്മാരായി വീണു. ഇങ്ങനെ ഇസ്രായേലർക്ക് അക്കാലത്ത് താഴ്ച വന്നു. യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് ജയം പ്രാപിച്ചു. മതി സിസ്റ്റർ, മതി. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേലിയരും യഹൂദ്യരും തമ്മിലൊരു യുദ്ധമാണ്. ഹല്ലേലൂയ. ജാതികളായിട്ടുള്ള യുദ്ധമല്ല. ഇസ്രായേൽ രണ്ടായി പിരിഞ്ഞ് ഇസ്രായേലിൽ നിന്ന് യഹൂദ്യരെന്ന് വന്ന് ഒരു കൂട്ടര് വിഗ്രഹമൊക്കെ വെച്ച് കാളയൊക്കെ വെച്ച് ആരാധിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഒരു കൂട്ടര് തങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രം ആശ്രയിച്ചു നിന്ന്. പക്ഷേ ഹാലേലിയ. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ളവർക്ക് ഹാലേലിയ അവരുടെ പടയൊക്കെ ഇരട്ടിയായിരുന്നു. ഹാലേലിയ 8 ലക്ഷമൊക്കെ ഉള്ളപ്പോഴും ഇവർക്ക് 4 ലക്ഷം മാത്രം ഉള്ളു. ഹാലേലിയ. എങ്കിലും അവർ ഹാലേലിയ അവരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് നിൽക്കുന്നു. അവരുടെ ദൈവം വിജയം കൊടുക്കുന്നുണ്ട്. അവിടെ പറയുന്ന വാക്ക് 10-ാം വാക്യത്തിൽ, ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു, അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അഹ്റോന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട്. ലേവ്യരും ഞങ്ങളുടെ വേല നോക്കി വരുന്നു. അപ്പം പലപ്പോഴും നമ്മൾ കാണുന്ന ട്രെൻഡാണ്. വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരെയൊക്കെ ഒത്തിരി പേര് കണ്ടിട്ട് വിശ്വാസത്തിലേക്കൊക്കെ വരുമല്ലേ ആവേശത്തോടു കൂടി സ്നാനപ്പെട്ടൊക്കെ വരും. വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാക്കി ഇത് അത്ര വലിയ ഈസി അല്ല സംഭവം. ഇതിൽ ഇച്ചിരി കഷ്ടതയും ചോദനയും ഇച്ചിരി പ്രയാസങ്ങളൊക്കെ കടന്നു വരുമെന്ന് കാണുമ്പോൾ ഇവരെന്താ വെച്ചാൽ ഇതിനെ വിട്ടിട്ട് പയ്യെ പിന്മാറി പോകും, പഴയതിലേക്ക് പോകും. വീണ്ടും വിഗ്രഹത്തിന്റെ ഒക്കെ പിന്നാലെ എന്താണ് ഉപേക്ഷിച്ച് പോകുന്നത് അവിടത്തേക്ക് തിരിച്ചു പോന്ന് കാണാറുണ്ടല്ലേ. ഇവിടെ ദൈവത്തിന്റെ ജനം ദൈവം പ്രമാണം കൊടുത്ത് കൃത്യമായിട്ട് സംസാരിച്ച ജനമാണ്. ഇവിടെ പോയിട്ട് കാളക്കുട്ടീനെയൊക്കെ ഉണ്ടാക്കി കരപൂർണ്ണമൊക്കെ നടത്തി ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു കൂട്ടര് എന്തോ ചെയ്ത് അവര് ദൈവമായ യഹോവയിൽ തന്നെ ഉറച്ചെന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചിട്ടില്ല. നമ്മുടെ കഷ്ടത വരുമ്പോൾ ഉപേക്ഷിച്ചു പോകാനുള്ളതല്ല നമ്മുടെ ദൈവം. നമ്മുടെ പ്രതികൂല സമയങ്ങളിൽ ആശ്രയിക്കാൻ മറ്റൊരാളിലേക്ക് പോകരുത്. നമ്മുടെ ദൈവത്തെ തന്നെ ഉറച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ജയം ദൈവം തരും. കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ അടുത്തുള്ളൊരു കൊച്ചവിടെ അപ്പോഴും വീടുമായിട്ട് വലിയ അടുപ്പമുള്ളൊരു അവൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലാണ് എൻ്റെ പ്രാർത്ഥനയൊക്കെ എന്നോട് പറയുന്നതാ. ഞാൻ പറഞ്ഞു ഇച്ചിരി കൂടുതലാ. അപ്പൊ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നല്ല ഡയലോഗുകളാണ്. ഒരു കാര്യം പണ്ടൊക്കെ ആണെങ്കിൽ മര്യാദയ്ക്ക് നമ്മുടെ ഇതിലൊക്കെ നിന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനകത്തോട്ടൊക്കെ പോയതിനു ശേഷം ഈ കാണുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്നെ എടുത്തു.
ഞാൻ പറഞ്ഞ് അപ്പൊ തന്നെ ഞാൻ തിരിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ശരി ശരി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ അർത്ഥം മുറിച്ച് കണക്ക് പുറത്തൊക്കെ പറയും. ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അല്ലെ എനിക്ക് ദേഷ്യം വന്നു. അല്ലെ ഞാൻ പറഞ്ഞു ഇത് എന്റെ വ്യക്തിപരമായ തീരുമാനം. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കാറുണ്ട്. ഹാലേലുയ. അപ്പൊ അതിൽ ഞാൻ പിന്നെ ആര് വന്ന് പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനങ്ങൾ മാറ്റാറില്ല എന്ന് പറഞ്ഞു. ഹാലേലുയ. എന്റെ ജീവിതത്തിൽ കഷ്ടതയാണോ, എന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാണോ, എന്റെ ജീവിതത്തിൽ സന്തോഷമാണോ എന്ന് പുറത്തു നിൽക്കുന്ന ആൾക്കാരെല്ലാം അറിയുന്നത്. ഹാലേലുയ. അത് ഞാൻ അനുഭവിച്ചറിയുന്നത്. എനിക്ക് ഹാലയിലെ കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ ഹാലയിൽ എനിക്ക് കഷ്ടതയായിട്ടല്ല തോന്നുന്നത്. ഹാലയ അതിൻ്റെയിലും നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തൊരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ഒരു സമാധാനം നമുക്കുണ്ട്. ഹാലയിലെ ഇത് വിട്ട് ഈ മാർഗം വിട്ട് പിന്തിരിഞ്ഞ് നിങ്ങൾ പഴയതിലേക്ക് പോയി നിങ്ങൾക്ക് സമാധാനം സ്വസ്ഥത ലഭിക്കുമാർക്കെങ്കിലും? ഇല്ല, ഒരിക്കലും ലഭിക്കത്തില്ല. കാരണം നമുക്ക് ഇവിടെ ലഭിക്കുന്ന സന്തോഷം എന്താണ്, സമാധാനം എന്താണ്, സ്വസ്ഥത എന്താണ്? അമ്മെ പുറത്ത് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷേങ്കില് നമ്മൾ നിൽക്കുന്ന പടകിൽ കർത്താവ് യേശു ക്രിസ്തു കൂടെ ഉണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴൊരു സ്വസ്ഥതയുണ്ടല്ലോ. കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസ് നാളെ തല വെട്ടിയാണോ എന്ത് ചെയ്താ കൊല്ലുന്നതെന്ന് പോലും അറിയാത്ത കാലഘട്ടത്തിൽ പത്രോസ് അവിടെ കിടന്ന് സ്വസ്ഥനായി ഉറങ്ങിയെന്നാ പറഞ്ഞേക്കുന്നത്. ദൂതൻ ഇറങ്ങി തട്ടി വിളിച്ചപ്പോഴാണ് പത്രോസ് ഉണർന്നത്. കാരണം പത്രോസിന്റെ മേൽ വ്യാപരിച്ചൊരു സമാധാനമാണ് ആ കത്തി ഉറക്കിയത്. ഹാലേലിയ. അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നുന്നു അയ്യോ ഇത് കാരാഗ്രഹമല്ലേ, അല്ലെങ്കിൽ ഇതിപ്പോ അമ്മയും ഹാലയിലോ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കൊണ്ടുവരുന്ന ഒരാൾ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, നാളെ പത്രോസിനെ കൊല്ലാനിരിക്കുക. പത്രോസ് ആലോചിച്ച് നോക്കിയേ, കടക്കാൻ പറ്റുമോ, ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അവിടെ സുഖമായി കിടന്നുറങ്ങുക. ദൂതൻ ഇറങ്ങിയിട്ടും ചെയ്ത് തട്ടി വിളിച്ചപ്പോഴും ഉണർന്നു തന്നെ. ഹാലേ, അതാണ് നമ്മുടെ അനുഭവം. ഹാലേലി. അതുകൊണ്ട് ഹാലേലി അങ്ങനെ നമ്മുടെ ഈ കാര്യങ്ങളിലൊക്കെ ആരെങ്കിലും അഭിപ്രായം പറയാൻ വന്നു കഴിഞ്ഞാൽ ഹാലേലിയ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തേക്കണം. ശത്രുവിന് നമ്മുടെ നേരെ സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കരുത് നമ്മൾ. ഹാലേലി. അവിടെയൊക്കെ ഹാലേലി ആമീൻ ഹാലേലിയ അവരുടെ വേസ്റ്റ് അവർക്ക് തോന്നുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റ് ബാസ്കറ്റല്ല നമ്മൾ. ഹാലേലിയ. ഇവിടെ കർത്താവ് നമ്മുടെ ദൈവമായി യഹോവയെ ഉപേക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്പൊ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതികൂലം വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ആമേൻ ഹാലേലിയ. ആ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹാലേലിയ ഇവിടെ സൈന്യം വേണ്ട, കുതിരകൾ വേണ്ട, രഥം വേണ്ട. ഹാലേലൂയ. ഇതൊന്നുമില്ലെങ്കിലും ആമേൻ ജയം തരുന്നൊരു ദൈവത്തെയാണ് കാണുന്നത്. ഹാലേലൂയ. അവിടെ നമ്മൾ വായിച്ച താഴോട്ട് ധർമ്മസ്ഥ വായിച്ച അവര് വന്ന് അവരുടെ നേരെ വന്ന് പതിയിരിപ്പുകാരെ വരുത്തി പുറകിൽ നിന്ന് മുമ്പിൽ നിന്ന് ആക്രമം. പക്ഷെ അവരെന്തോ അവരുടെ ദൈവമായി യഹോവയോട് നിലവിളിച്ചു. ഹല്ലേലൂയ. അപ്പോഴത്തെ ദൈവം അവരുടെ മുമ്പിൽ തോൽക്കുമാറാക്കി. 13-ാം അധ്യായത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ കാണുന്നത്. 11-ാം വാക്യത്തിൽ 11 വായിച്ച 14-ാം അധ്യായത്തിന്റെ ആസ തന്റെ 14-11 തലവശം മ്യൂട്ടാ. 14-11 ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ആസയുടെയും യഹൂദരുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി കൂശ്യർ ഓടിപ്പോയി. ആസയും അവനോട് കൂടെ ഉണ്ടായിരുന്ന പടജനവും അവരെ ഗരാർ വരെ പിന്തുടർന്നു. കൂശ്യർ ആരും ജീവനോട് ശേഷിക്കാതെ പട്ടുപോയി. അവർ യഹോവയുടെയും അവന്റെ സൈന്യത്തിന്റെയും ഭാഗം നശിച്ചുപോയി. അവർ വളരെ കവർച്ചയും എടുത്തുകൊണ്ടു പോന്നു. അവർ ഗരാറിന് ചുറ്റുമുള്ള പട്ടണങ്ങളെ എല്ലാം നശിപ്പിച്ചു. യഹോവയെങ്കിൽ നിന്ന് ഒരു ഭീതി അവയുടെ മേൽ വീണിരുന്നു. അവർ എല്ലാ പട്ടണങ്ങളെയും കൊള്ളയിട്ടു. അവയിൽ കൊള്ള വളരെ ഉണ്ടായിരുന്നു. അവർ നാൽക്കാലികളുടെ കൂടാരങ്ങളെയും ആക്രമിച്ചു. അനവധി ആടുകളെയും ഒട്ടകങ്ങളെയും അപഹരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങി. അടുത്ത ആസ ഹാലേലിയ യുദ്ധത്തിന് അവിടെ വരുന്നത് കൂശ്യരാണ് അവരോട് യുദ്ധത്തിന് വരുന്നത്. ഹാലെ ആ സമയത്ത് ആസ ദൈവത്തോട് നിലവിളിക്കുന്നതാണ്. അപ്പൊ ആസ പറയുന്നത് കാര്യം ദൈവമേ യഹോവയോട് വിളിച്ചേണ്ട,
യഹോവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ട്, സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങൾ ദൈവമായ യഹോവയെ ഞങ്ങളെ സഹായിക്കണേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. ഹാലേലൂയ. അപ്പൊ ദൈവം മക്കളോട് നേരെ വരുന്ന ഹാലേലിയ ആക്രമണങ്ങൾ, ഹാലേലിയ, അത് ആരുടെ നേരെ വരുന്ന വെച്ചാൽ ദൈവത്തിന്. അതാ പറയുന്നത്, മർത്യൻ നിന്റെ നേരെ. ലാസ്റ്റ് ഉപയോഗിക്കുന്ന വാക്ക്, ലാസ്റ്റ് പറയുന്നത് മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് തോറ്റാൽ ആരാ തോക്കുന്നത്? ഈ മക്കൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ അക്ഷരാർത്ഥത്തിൽ ആരാ തോക്കുന്നത്? ദൈവമാ തോക്കുന്നത്. ഹാലേലൂയ. അതുകൊണ്ട് പറഞ്ഞേ, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുത്. ഹാലേ. അപ്പൊ ഞങ്ങൾ ബലഹീനരാണ്, നമുക്കിതൊന്നും. പക്ഷേ നമ്മുടെ കൂടെ എത്ര ബലഹീനർ നമ്മൾ ആയിരിക്കുമ്പോഴും ബലവാനൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹാലയില് ബലഹീനനും ബലവാനും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ സഹായിക്കാൻ നീ അല്ലാതെ മറ്റാരും ഇല്ല. പക്ഷെ ഇപ്പൊ അവര് ജാതികൾ വന്ന് ഞങ്ങളെ പരാജയപ്പെടുത്തിയ പറയുന്നത് നിങ്ങൾ പരാജയപ്പെട്ടു എന്നല്ല, നിങ്ങളുടെ ദൈവം പരാജയപ്പെട്ടു എന്ന. ഹാലെ. അതുകൊണ്ട് ഹാലെ പരാജയം. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിലുള്ള അവരുടെയൊക്കെ പൂർണ്ണ ആശ്രയം, അവരെ ആശ്രയിച്ച രഥങ്ങളിലും കുതിരകളിലും ഹാലയിലും അവരുടെ കൂടെയുള്ള സൈന്യത്തിലും ഒന്നുമല്ല, അവരവരുടെ ദൈവമായ യഹോവയിൽ മാത്രം ആശ്രയിച്ച്. നമ്മൾ ഒത്തിരി ദിനവൃത്താന്ത പുസ്തകമാണെങ്കിലും രാജാക്കന്മാർ പുസ്തകമാണെങ്കിലും ഇതൊക്കെ വായിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഒത്തിരി പേര് ദൈവത്തിൽ ആശ്രയിക്കുന്ന രാജാക്കന്മാരും ദൈവത്തിൽ ആശ്രയിക്കാത്ത രാജാക്കന്മാരും, സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നത്. അപ്പൊ സ്വന്തം കഴിവിലും വിഗ്രഹങ്ങളിലും ഒക്കെ ആശ്രയിക്കുന്നവരുടെ പതനം എത്ര ഹാലേലുയ വലുതാന്ന് നമുക്കറിയാൻ പറ്റും. നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ആഹാബിന് ദൈവത്തെങ്കിലേക്ക് മടങ്ങാൻ ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് അവസരങ്ങൾ ദൈവം കൊടുത്തു. പക്ഷെ എന്നിട്ടും ഹാലേലിയ അതൊന്നും ഹാലേലിയ ആഹാബിനെ മടക്കി കൊണ്ടുവരാതിരുന്നു. ഹാലേലി ഇവിടെ ഹാലേലി ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ഹാലേലി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലേലിയ നമ്മൾ പലപ്പോഴും പരാജയമായി നിൽക്കുന്ന സമയത്ത് ഹാലേലിയ നമ്മുടെ നേരെ ദുഷിക്കുന്ന ഒരു വാക്ക്, നിങ്ങൾ പരാജയമെന്നല്ല, പ്രാർത്ഥിക്കാൻ പോയിട്ട് ഹാലേലി പരാജയം. പ്രാർത്ഥനക്കാരായിട്ട് എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്ത്, നിങ്ങൾ എന്തിനാ പ്രാർത്ഥിച്ചിട്ട് എന്നൊക്കെ നമ്മളോട് ചോദിക്കണം. പക്ഷെ ഇവിടെയൊക്കെ ഇവര് അറിയാണ്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ പറയുമ്പോൾ ഹാലയിലെ ഇത് നമ്മളെ അല്ല പറയുന്നത്. ഹാലയിലെ സാക്ഷാൽ ദൈവത്തെ തന്നെ. അതോടെ കർത്താവ് പറയുന്നത്, നിന്നെ തൊടുന്നത് എന്റെ കൺമണിയെ തൊടുന്നു. ഹാലേലിയ. നിന്നെ എന്തെങ്കിലും പറയുമ്പോൾ ഹാലേലിയ, നിന്നെ ദുഷിക്കുമ്പോൾ, നിനക്ക് നേരെ അപവാദം പറയുമ്പോൾ അത് പറയുന്നത് നിന്നെയല്ല ഹാല, അത് എനിക്കാ കൊള്ളും ദൈവം പറയുന്നത്. ഹാല. അപ്പൊ ദൈവത്തിന് നേരെയാണ് ഇവര് നാവ് ഉയർത്തുന്നത്. ഇവര് ദൂഷണം പറയുന്ന ദൈവത്തിന് നേരെയാണ്. ഹാലേലി. അതാണ് ഇവിടെ പറഞ്ഞു, ഹാലേ മനുഷ്യൻ നിന്റെ നേരെ പ്രബലപ്പെടരുത്. ഹാലേലി. ആമേൻ. ഹാലേലിയ. അപ്പം നമ്മൾ ആരും ആരെങ്കിലും ഒരു ദൈവ പൈതല്ലേ, ഒരു അഭിഷിക്തനെയൊക്കെ നമ്മൾ കുറ്റങ്ങൾ പറയുമ്പോൾ, കുറവുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വായി വരുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആ അപ്പോയിന്റഡ് സ്ഥലത്ത് നിർത്തിയിരിക്കുന്ന ദൈവമാണ് അയാൾ. ഹാലേലിയ. മേ ബി പരാജയമായിരിക്കും. ഹാലേലിയ. നമുക്ക് തോന്നും അയാൾ ദൈവഹിതപ്രകാരം അല്ലാത്ത കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ആ സീറ്റിൽ ആക്കി വെച്ചിരിക്കുന്ന, ആ പൊസിഷനിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവമാണ്. ആ പൊസിഷനെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ള. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അപ്പൊ അങ്ങനെ ആക്കി വെച്ച ഓരോ പൊസിഷനിൽ ദൈവം ആക്കി വെച്ച ഓരോ ആൾക്കാർ. ഹാലേലിയ. ഈ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷനിൽ ഒരു സ്ഥാനമുണ്ട്. അത് ആക്കി വെച്ച ആ ഇരിക്കുന്ന കസേരയ്ക്ക് ഒരു ബഹുമാനമുണ്ട്. നമ്മൾ ആരും പോലീസ് സ്റ്റേഷനിൽ കയറി നിന്നിട്ട് SI അല്ലെങ്കിൽ സർക്കിളിനെ കയറിയിട്ട് മുഖത്ത് നോക്കി ചീത്ത വിളിക്കാറുണ്ട്? ആരെങ്കിലും കുറ്റം പറയാറുണ്ട്? അവരുടെ മുമ്പിൽ ചെന്ന് പറയാറുണ്ടോ? ഇല്ല. ഇപ്പൊ പറയട്ടെ, നമ്മുടെ പിണറായി വിജയനെ തന്നെ നാട്ടിൽ എന്തോ ആൾക്കാർ വഴക്ക് പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞ് കാണാനോ മറ്റോ കുറച്ച് ഇതൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടാവും. പക്ഷെ ആണ് നേരെ കയറി നിന്ന് അതിലിരിക്കുന്ന കസേരയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറയാൻ ധൈര്യം കാണിക്കാറുണ്ട്? ഇല്ല. കാരണം ആ കസേരയ്ക്ക് ഒരു പവർ ഉണ്ട്. ഹാലില്ല. അവരിയ്ക്കുന്ന സ്ഥാനത്തിന് പവർ ഉണ്ട്. ഒരു തൊപ്പി വെച്ച് നിൽക്കുന്ന പോലീസുകാരന് നേരെ ആരും കൈവർത്തത്തില്ല. കാരണം വെച്ചിരിക്കുന്ന തൊപ്പിക്ക് ഹാലൊരു പവർ ഉണ്ട്. ഹാലൂയ. എന്ന് പറയുന്ന പോലെ ഹാലില്ല ദൈവം ആക്കി വെച്ചിരിക്കുന്ന അപ്പോയിന്റ്. അദ്ദേഹം പറയാം ദൈവം, ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നു, ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാരൊക്കെ ഹാലേലിയ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പം ഹാലേലിയ അവർ പ്രവർത്തിക്കുന്നതും അവർ സംസാരിക്കുന്നതും അവിടെ ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ലോകമാണെന്നല്ല ജഡമാണെന്നൊക്കെ മനസ്സിലായി. കർത്താവെ നീ ഇതൊന്നും കാണുന്നില്ലേ? കർത്താവിനോട് ഞാൻ എന്താ കണ്ണുകൊട്ടനാണോ?
കാരണം അപ്പ ഇത് കാണുന്നില്ല, നമ്മൾ കാണിച്ചു കൊടുക്കും. നമ്മൾ പലപ്പോഴും ദൈവത്തിനെ പഠിപ്പിക്കുന്ന ആൾക്കാരായിട്ടാ ഇരിക്കുന്നത് ചില സമയങ്ങളിലൊക്കെ. ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ, അവര് കണ്ടില്ല ഇന്നതുപോലെ ചെയ്യുന്നു, ഇന്നതുപോലെ പറയുന്നു, ഇന്നതുപോലെ. അപ്പൊ കർത്താവ് ഇതൊന്നും കാണാതെ കേൾക്കാതിരിക്കുകയാണോ? ആണോ സിസ്റ്ററെ? ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന ഭരണാധികാരികളാകട്ടെ, ആമ പല സ്ഥാനങ്ങളിൽ ദൈവം ആക്കി വെച്ചിരുന്നത്, ഇവര് കാണിക്കുന്ന കള്ളത്തരങ്ങളും കപടതകളും കൈക്കൂലിയും അഴിമതിയും ദൈവം കാണാതിരിക്കുവാണോ? എല്ലാം കാണുന്നുണ്ട്. ദൈവത്തിന്റെ കണ്ണ് മറിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്? അല്ല. അതുപോലെ ദൈവദാസനാണെങ്കിൽ പോലും അവര് തെറ്റിപ്പോയാല് നമ്മളെക്കാട്ട് മുന്നമേ നമ്മൾ തെറ്റിപ്പോയി കുറച്ച് കഴിഞ്ഞായിട്ട് നമ്മൾ അറിയുന്നതാണ്. പക്ഷെ ഇത് തെറ്റിപ്പോകുന്നതിന് മുമ്പ് ദൈവത്തിന് ഇവൻ തെറ്റിപ്പോകുന്നു, ഇല്ലേ? അറിയാം. അതിന് ദൈവം നമുക്ക് ചിലപ്പോൾ വാണിംഗ് ഒക്കെ തരുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഉപദേശമൊക്കെ തരും. പക്ഷെ അത് കേൾക്കാതിരിക്കുമ്പോഴും അറിയാം ഇവിടം വരെ പോകുമെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ഇത് എവിടം വരെ പോകുമെന്നും എവിടെ വെച്ച് പിടിക്കണമെന്നും എവിടെ വെച്ച് തിരിച്ചു കൊണ്ടുവരണമെന്നും ഒക്കെ അറിയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഉള്ളവരെ ദൈവം കുറ്റം വിധിക്കാത്തവരെ നമുക്ക് കുറ്റം വിധിക്കാൻ കഴിയത്തില്ല. ദൈവം എപ്പോഴും നമ്മുടെ കർത്താവിന്റെ അപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കർത്താവിന്റെ സ്വഭാവം അവസാന ശ്വാസം വരെ മടങ്ങി വരാനുള്ള ചാൻസ് ദൈവം തരും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ കാത്തിരിപ്പ്. അങ്ങനെയാ. ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇന്ന് ഭൂമിയുടെ മുഖത്ത് പോലും കാണത്തില്ല സിസ്റ്ററെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനസ്സിൽ അതാണ്. ദൈവം നമ്മളെ ആരെയും ദൈവം ശിക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ശിക്ഷിക്കാറില്ല. പക്ഷേങ്കില് ദൈവം ചിലതിനെയൊക്കെ നമ്മുടെ നേരെ നമ്മുടെ കുറവുകൾ എടുത്തുകൊണ്ട് പിശാചി എന്ന് വാദിക്കും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മനസ്സിൽ ഇന്ന് നമ്മളെയൊക്കെ ദൈവം കാണുന്ന, അല്ലെങ്കിൽ പിശാച് നോക്കുമ്പോഴാണ് ദൈവം നോക്കുമ്പോഴൊക്കെ കാണുന്ന എങ്ങനെയാണ്? നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരായിട്ടാണ്. ആ ക്രിസ്തുവിലൂടെ നമ്മളെ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നേരെയൊക്കെ വലിയ ദൈവത്തിന്റെ കോപത, അല്ലെങ്കിൽ എന്താ പറയാ, ആ പാപത്തിന്റെ ഇതൊക്കെ എഫക്റ്റ് ഒക്കെ കയറി വരാത്ത ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സുകൊണ്ട് ചിന്ത കൊണ്ടൊക്കെ പാപം ചെയ്യാത്ത ആരാ ഉള്ളത് ലോകത്ത്? നമുക്ക് പലപ്പോഴും പല ആൾക്കാരോടുമുള്ള വിദ്വേഷം, വെറുപ്പ്, കയ്പ് ഇതൊക്കെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് കൈ നീട്ടാറുണ്ട് പലപ്പോഴും. നമ്മൾ പറയും നമ്മൾ അവരോട് വിരോധമില്ല, വിദ്വേഷമില്ല, പകയില്ല, പിണക്കമില്ല എന്ന്. ഞാൻ എപ്പോഴും പറയുന്നത് അതറിയണമെങ്കിൽ ആളെ ഒന്ന് മുമ്പിൽ കണ്ടാൽ മതി. ഹല്ലേലൂയ. ആ പറയുന്ന വ്യക്തികളുടെ പേരും അവരെ കുറിച്ചൊന്ന് സംഭാഷണം നമ്മുടെ മുമ്പ്, നമ്മുടെ മുഖം മാറും നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം നമ്മൾ എവിടെയൊക്കെ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഇവിടെ നമ്മൾ കാണും നമ്മുടെ ദൈവമായി യഹോവ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾക്ക് തമ്മിൽ ബലവാനും ബലഹീനം തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. നമ്മൾ ആരും ബലവാന്മാരൊന്നും അല്ല. ഞാൻ എപ്പോഴും പറയും, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളില്ലെങ്കിൽ നമ്മൾ പിശാചിനെ കെട്ടി താഴെയാണ്. പക്ഷെ നമ്മളെ ശക്തനാക്കുന്നത് എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്, ദൈവത്തിന്റെ വചനത്താൽ നമ്മൾ ശക്തരാകുന്നത്. ഇത് രണ്ടും നമ്മളില്ലെങ്കിൽ നമ്മുടെ അകത്ത മനുഷ്യനാണ് ശക്തനാകുന്നത്. പുറമേയുള്ള മനുഷ്യനല്ല. അവനെ അറ്റാക്ക് ചെയ്യുന്നത് പുറമേയുള്ള മനുഷ്യനെയാണ്. അപ്പൊ നമ്മൾ ശക്തനല്ലെങ്കിൽ അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെ പരാജയപ്പെടാൻ നമ്മൾ നിൽക്കുന്നതിന്റെ കാര്യം ബലവാനായവൻ നമുക്ക് കൂടെ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരാൻ ദൈവത്തിന്റെ ശക്തി നമ്മൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ തമ്മിൽ എപ്പോഴും ഫൈറ്റിംഗ് ഉണ്ട്. ബലവാനും ബലഹീനും തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ട്. നമ്മൾ ബലഹീനരായിരിക്കുമ്പം ദൈവത്തിന്റെ ബലം നമ്മുടെ മേൽ തികഞ്ഞു വരുന്നത് കൊണ്ടാണ് നമ്മൾ ജയത്തോടെ നിൽക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ എന്ത് വെച്ചാ നമ്മൾ പരാജയമായി കഴിഞ്ഞാൽ, നമ്മളെ ശത്രു തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അത് ആർക്കാ മോശം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നു. ഞാൻ എപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞാൻ മുഹമ്മദ് ദൈവനാമം ദുഷിക്കപ്പെടും ഇടയാകല്ലേ. കാരണം വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഹല്ലേലൂയ ഇപ്പൊ ഞാൻ പറയാം, നമ്മളിപ്പം ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്ന് നമുക്ക് വാങ്ങിച്ച ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നാട്ടുകാരെ മൊത്തം പറ്റിച്ചിട്ടുണ്ട്. ഇത് ആരെ പറയുന്നത്? അല്ലെങ്കിൽ അവരോടൊന്ന് ഓടിപ്പോയി, ഒളിച്ചുപോയി താമസിക്കുകയാണ്, അവരുടെ ബാധ്യതകൾ തീർക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മളെക്കുറിച്ച് പറയുന്നവരൊക്കെ വലിയ പ്രാർത്ഥനാകാരിയാ വിചാരം.
എപ്പോഴും ബൈബിൾ എടുത്താണ് നടക്കുന്ന. എന്നിട്ട് അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുത്തില്ല, അവരെ പറ്റി ഇവരെ പറ്റി ഇത് പറയുമ്പോൾ ആര് ദൂഷിക്കപ്പെടുന്നത്? നമ്മളിന്ന് വ്യക്തിത്വത്തെ കാട്ടി കൂടുതൽ അല്ലെങ്കിൽ ശത്രു എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു ജാതിയിലൊരു ഒരാളാണെങ്കിൽ കൊടുക്കാനുള്ളെങ്കിൽ അവൻ ഇന്ന ആളാണ്, ഇന്ന ദൈവത്തെ സേവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നത് അവൻ കൊടുത്തില്ലെന്ന് പറയത്തില്ല. ഇന്ന വ്യക്തി കൊടുത്തില്ല എന്ന് പറയുമ്പം നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനാക്കാരിയാന്ന് വിചാരിച്ച പ്രാർത്ഥനാക്കാരനാണ്, അല്ലെ വലിയ പാസ്റ്റാണ്, ഹാലേലിയ അവൻ വലിയ പെന്തക്കോസ്, പക്ഷെ എന്നിട്ട് ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞ് നടക്കുന്നത്, എന്നിട്ട് പറ്റിച്ചെന്ന് പറയും. അങ്ങനെ ശത്രു സംസാരിപ്പിക്കത്തുള്ളൂ. കാരണം എവിടെയാണോ ദൈവനാമം ദുഷിക്കാനായിട്ട് ഹാലേലിയ ആമേൻ അവർക്ക് അവസരമുള്ള അതിനെ അവർ ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം എല്ലാ ആൾക്കാരും തമ്മിൽ യുദ്ധം ഉണ്ടാകും, പക്ഷെ ഇസ്രായേൽ പരാജയമൊക്കെ ലോകം മുഴുവൻ ചർച്ച ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്രായേലിന്റെ ചെറിയ പരാജയം പോലും ലോകത്തുള്ള സകലരും ഹൈലൈറ്റ് ചെയ്തപ്പോൾ എന്താ വെച്ചാൽ ഇസ്രായേലരെ കാണുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമെന്നാണ്. ഇന്നിവിടെ ലോകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്രായേലിനെ തകർക്കാൻ പറ്റുമെന്ന്. ഹാലേലുയ പുറമേ കാണിച്ചില്ലെങ്കിൽ പോലും, പുറമേ പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ സകല രാജ്യങ്ങളുടെ ആശ അത് തന്നെയാണ്. കാരണം അവർ ഒരിടത്തവർക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. ടെക്നോളജിയിലാകട്ടെ, അവരുടെ ബുദ്ധിയിലാകട്ടെ, അവരുടെ ഓരോരോ പുതിയ പുതിയ ഇന്നോവേഷൻസിലാകട്ടെ, ഇതിലൊന്നിലും അവരോട് കിടപിടിച്ച് നിൽക്കാൻ ആർക്കും കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഹല്ലേലൂയ അങ്ങനത്തെ നമ്മുടെ എൻ്റെ പഴയ ബോസിനെ ഞാൻ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ അവരിപ്പോൾ സോളാർ സിസ്റ്റംസ് ചെയ്യുന്നുണ്ട് ഹാലേ. അപ്പം ഞാൻ ചോദിച്ചു, സാർ നിങ്ങൾ ഏതെന്താ ചെയ്യുന്നത്, അപ്പം എന്താ ഗ്യാരണ്ടി? പറഞ്ഞു, ഞങ്ങൾ 25 വർഷം ഗ്യാരണ്ടി കൊടുക്കും, ഞങ്ങൾ ചെയ്യുന്ന ടെക്നോളജി ഇസ്രായേൽ ടെക്നോളജിയുള്ള ഒരു ഇതാ ചെയ്യുന്നത്, ഒരു സോളാർ ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ പാനാസോണിക്കിന്റെ പാനൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ആള് മുസ്ലിമാണ്. ഹല്ലേലൂയ. എന്നോട് സംസാരിച്ച വ്യക്തി മുസ്ലിമാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് ഇസ്രായേലിന്റെ ടെക്നോളജി ആയതുകൊണ്ട് അതിന് കംപ്ലൈന്റ് ഇല്ല. അത്രയ്ക്ക് എന്ന് വെച്ചാൽ അതിന് അത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ഹല്ലേലൂയ. അവരുടെ കണ്ടുപിടുത്തങ്ങളൊന്നും പരാജയമല്ലെന്നും സമ്മതിക്കുന്നതാണ് ആ വർത്തമാനം. ഹല്ലേലൂയ. അപ്പൊ ഞാനിങ്ങനെ ഹല്ലേലൂയ, അപ്പൊ എന്റെ മനസ്സിലങ്ങ് തോന്നി, ഹല്ലേലൂയ ആമേൻ ദൈവമേ, ഇസ്രായേലിയർ എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരു കണ്ടുപിടുത്തത്തെ പോലും ഹാലേലിയ ദൈവം എത്രത്തോളം അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ജ്ഞാനം അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നല്ലേ. മറ്റേ ചൈനക്കാരുടെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അതിനെക്കാട്ടി ഒത്തിരി വില കുറവാണ്. പക്ഷേങ്കിൽ അതൊക്കെ വെച്ചാൽ വർക്ക് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല. അവരും 15 വർഷത്തെ ഗ്യാരണ്ടി ഒക്കെ കൊടുക്കുന്നു, പക്ഷെ ഇത് എത്ര ദിവസം നിൽക്കും എന്നുള്ളത് ഉറപ്പ്. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യാറില്ല. ഹല്ലേലൂയ ആമേൻ. ആ പറയുന്ന വാക്കുകൾ വളരെ നമുക്ക് നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ എനിക്ക് അതിങ്ങനെ ഉള്ളിൽ കയറി സ്ട്രൈക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഹാലയില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഇന്ന് അവരുടെ ശത്രുത്വം പറയുന്ന രാജ്യങ്ങൾ പോലും, അവരെ ശത്രുവായി കാണുന്ന വ്യക്തികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ബുദ്ധിയെ, അവരുടെ കണ്ടുപിടുത്തങ്ങളെ ഹാലേലൂയ അവരുടെ ഹാലേലിയ സത്യസന്ധതയെ ഇതൊക്കെ ഹാലേലിയ അവര് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഹാലേലിയ. കാരണം ദൈവത്തിന്റെ ജനമാവര്, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരാണ്. ഇവിടെ ആസ പറയുന്ന പോലെ ഹാലേലിയ ആ ദൈവത്തിൽ ബലവാനും ബലഹീനം, നമ്മൾ പലപ്പോഴും ബലഹീനരാ, പക്ഷെ നമ്മുടെ കൂടെ ഹാലേലിയ നമ്മൾ ബലവാന്മാരാകുന്നത് ബലവാനാ ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ്. ഞാനിപ്പം ഇവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ കൂടെ ഒരു മന്ത്രി കാറിൽ മന്ത്രി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോയി ട്രാഫിക് അവിടെ പോലീസ് അല്ലെങ്കിൽ വഴി അല്ലെങ്കിൽ ബ്ലോക്ക് കിട്ടുമെന്നൊന്നും ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ യാത്ര ചെയ്ത് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു മന്ത്രിയുടെ ബോർഡ് വെച്ച കാറിൽ ഞാൻ പോകുന്നെങ്കിൽ എനിക്ക് ചെല്ലുന്ന ട്രാഫിക് ഒക്കെ മാറ്റി എന്റെ വഴി സ്മൂത്ത് ആയിരിക്കും. ഹല്ലേലൂയ അല്ലേ? അതുപോലെ നമ്മൾ നമ്മുടെ ദൈവമായ യഹോവയിലാസ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ശത്രുവിന് കഴിയുകയില്ല. ഈ ഉറപ്പ് നമ്മുടെ ഉള്ളിലാണ്. ആമേൻ. ഇവിടെ യഹൂദർ ആശ്രയിച്ചതുപോലെ ഈ 2 ഭാഗങ്ങൾ 13-14 അധ്യായം വായിക്കുമ്പോൾ ഞങ്ങളുടെ ഇവർ 2 പേരെ അവരുടെ രഥങ്ങളിലും കുതിരകളിലും സൈന്യത്തിലും ഒന്നുമല്ല അവർ ആശ്രയിച്ചത്. അവരെക്കാട്ടി വമ്പന്മാര് മുമ്പിൽ നിൽക്കുന്ന സമയത്തും അവരവരുടെ ദൈവമായ യഹോവയുടെ നിലവിളിക്ക് യഹോവയിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവർക്ക് അവരുടെ മുമ്പ് ജയിക്ക് പറയുക. ഇത് കാരണം എന്താ സംഭവിച്ച കൂശരെ എന്നിട്ട് അവർ ഓടി പരാജയപ്പെടുത്തി അവരുടെ ഉള്ളിൽ ഭയം വീണ്, അവരുടെ ഉള്ളിൽ മാത്രമല്ല ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും മേലും ദൈവമായ യഹോവയെ കുറിച്ചൊരു ഭീതി വന്നു എഴുതുന്നത്.
അപ്പൊ നമ്മുടെ ദൈവത്തെ ഹാലേലിയ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഹാലേലിയ, ആമേ മറ്റുള്ളവർ ഭയപ്പെടണം. ഞാൻ പണ്ട് എനിക്ക് കേട്ടൊരു പ്രോമിസ് ആണ് ഹാലേലിയ. എനിക്ക് പണ്ട് പ്രാർത്ഥന ആൾക്കാർ പറയും എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ ഭയപ്പെടണം എന്ന് തന്നെ പറഞ്ഞ് ഭയപ്പെടുന്ന ഒരവസ്ഥ ഹാലേലി അങ്ങനെ ദൈവം എത്തിക്കുമെന്ന് അതിനുവേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കും. നമ്മുടെ ദൈവത്തെ ജാതികൾ വിറയ്ക്കണം. അത് ഓർക്കുമ്പോ തന്നെ ഒരു നമ്മുടെ നേരെ ഒരു സംസാരം സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് വാക്ക് പറയുന്നത് വായ തുറക്കുമ്പോൾ ഭയപ്പെടണം. ഇവളെ പറഞ്ഞ ശരിയാകത്തില്ല, ഇവരെ പറഞ്ഞ ശരിയാകത്തില്ല. നമ്മൾ കണ്ണി കാണുന്നവരെയൊക്കെ കുറ്റം പറയുന്ന പോലെ ഇല്ലാത്തത് പറയുന്നില്ല, ഗോസിപ്പ് പറയുന്നില്ല. ഇവരുടെ നേരെ വായ തുറന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നുള്ള ഭയം വേണം അവരുടെ. ഹാലേലിയ. കാരണം ഇന്ന് ഹാലേലിയ ഏറ്റവും ഹാലേലിയ കോമഡി ആക്കി എന്താ പറയാ പരിഹാസമാക്കി നിന്ദയാക്കി മാറ്റുന്ന ഒരു കൂട്ടരാണ് ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച്, അവരെ കുറിച്ചൊക്കെ ആർക്കും എന്തും പറയാനായിട്ട് ഒരു മടിയുമില്ല. ഹാലേലൂയ. അപ്പൊ അതിന് കാരണം വളം വെച്ചുകൊണ്ട് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് അതിനൊക്കെ ഹാലേലിയ. കാരണം നമ്മളുടെ ഹാലേലിയ ദൈവസന്നിധിയിൽ ഹാലേലിയ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് പ്രചരിപ്പിക്കാനും അത് കുത്തിപ്പൊക്കാനും ഒക്കെ എല്ലാം നിൽക്കേണ്ട ഹാലേലിയ. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തോട് സത്യസന്ധമായി ദൈവത്തിന്റെ സത്യസന്ധമായി നിൽക്കുമെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് താൽക്കാലികമായിട്ട് ചില കാര്യങ്ങൾ പരാജയമാണെന്ന് തോന്നുമെങ്കിൽ യഥാർത്ഥത്തിൽ പരാജയമല്ല. ഞാൻ പറയും നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ട് ചില കാറും കോളും ഒക്കെ ഉണ്ടാകും, പക്ഷെ അത് നമ്മൾ അത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറം ദൈവം കാണുന്ന ശാന്തമായിട്ട് അക്കരെ എത്തുന്ന തോന്നിയ ദൈവം കാണുന്നത്. ഗദരദേശത്തേക്ക് യാത്ര കഴിച്ച് യേശുക്കർത്താൻ ശിഷ്യന്മാരും പടകിൽ കയറിയപ്പോൾ ഹാലേലിയ പടക് യാത്രയിൽ ആടി ഉലഞ്ഞ് കാറ്റടിച്ച് തിരമാല പൊങ്ങി ഹാലേലിയ പടക് മുങ്ങുമാർ ആക്കിയെന്ന് അവിടെ എഴുതിയേക്കുന്നത്. ശിഷ്യന്മാർ ഭയപ്പെട്ടു. പക്ഷേ കർത്താവ് അവിടെ തലയണ വെച്ച് അമർത്ത് സുഖമായിരുന്നു. കാരണം കർത്താവ് അവിടെ നിന്ന് കയറുമ്പോഴേ കർത്താവ് അക്കരെ എത്തുന്ന കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് അക്കരെ എത്തുന്ന കാണുമ്പോൾ നമുക്ക് അത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നത്. ഞാൻ പറയും ഭയപ്പെടണ്ട. എത്ര കാറ്റടിച്ചാലും എത്ര തിരമാല ഉയർന്നു പൊങ്ങിയാലും പടക് മുങ്ങുമെന്ന് നമുക്ക് തോന്നുമാറാക്കിയാലും പക്ഷെ മുങ്ങത്തില്ല. തോന്നുമാറാക്കും പലപ്പോഴും. ശത്രു അത്രയും പറ്റും. അയ്യോ ഇതിപ്പോ മുങ്ങി പോകുമല്ലോ കർത്താവെ, ഞങ്ങൾ എന്തോ ചെയ്യുമെന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് മുക്കുവാൻ കഴിയത്തില്ല. കാരണം അത് മുക്കണമെങ്കിൽ നമ്മളെ അതിലേക്ക് കയറ്റിയവൻ തീരുമാനിക്കണത് മുങ്ങണോ വേണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മറുകര കാണാത്തതുകൊണ്ട് നമ്മൾ ടെൻഷൻ എടുക്കും. പക്ഷെ ദൈവം നമ്മളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മറുകര കണ്ടിട്ട് നമ്മളവിടെ ഇറങ്ങിയത് കണ്ടുകൊണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം വരാനൊക്കെ ഉണ്ടാകത്ത്. നമ്മളിതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എപ്പോഴുള്ള കർത്താവെ ദിവസം കർത്താവ് ഇടകൊണ്ടമേ, കർത്താവ് പറയണമേ, അല്ലെ കർത്താവെ ഒന്ന് വെളിപ്പെടുത്തണേ എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ചിലപ്പോൾ മിണ്ടത്ത് പോലുമില്ല. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നമ്മളെ പാതി വഴി ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് പകുതി എത്തുമ്പോൾ എനിക്ക് തെറ്റിപ്പെട്ട വഴിയൊന്നും മാറിപ്പോയെന്ന് പറയത്തില്ല. അങ്ങനെ പറയുന്ന ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഇവരെന്ത് ബലത്തിലാണ്. ഞാൻ ചോദിക്കും ആസയോട് ഞാൻ ചോദിക്കും, ആസയെ നിന്റെ മുമ്പ് നിൽക്കുന്ന ഇരട്ടി സൈന്യമുണ്ട്. അവർക്ക് നിന്നെക്കാട്ടിക്കുള്ളിൽ രഥമുണ്ട്, കുതിരകളുണ്ട്, ഇതെല്ലാം ഉള്ളപ്പോൾ നീ എന്ത് ധൈര്യത്തിലാ യുദ്ധത്തിന് ഇറങ്ങി നിന്നെന്ന് ചോദിക്കും. എന്ന് ചോദിച്ചാൽ ആസ മറുപടി, എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എന്റെ കൂടെ എന്റെ ദൈവമായ യഹോവയുണ്ടെന്നുള്ള, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്റെ കൂടെയുണ്ട്, ഉറപ്പിലാണ് ഞാൻ ഇറങ്ങി എന്ന് പറയും. ഇസ്രായേൽ നമ്മൾ ഈ രാജാക്കന്മാരോടൊക്കെ ചോദിച്ചു നോക്കെ നമുക്ക് കേൾക്കാൻ പോകുന്ന മോശയോട് നമ്മൾ ചോദിക്കും, മോശെ ഹാലേലിയ നീ എങ്ങനെയാ ചെങ്കടലിൽ കൊണ്ടുവന്ന് നിന്നിരിക്കുക ചോദിച്ചാൽ പറയും വഴിയൊക്കെ അറിയത്തില്ല. ഇത്ര നാൾ മരുഭൂമി കൊണ്ട് 40 വർഷക്കാലം നീ ആടിനെ മേയിച്ചുകൊണ്ടൊക്കെ നടന്നത്. ഇതിലെ കൂടെ പോയാൽ കടലിനടുത്തേക്ക് ചില അവിടെ വേറെ വഴിയില്ലെന്നൊക്കെ അറിയാൻ പാടില്ല. പിന്നെ എന്തിനാ ഇവിടെ വന്ന് നിന്ന് വെച്ചാൽ മോശം പറയും, ഞാൻ ശബ്ദം കേട്ടിട്ട് യാത്ര തുടങ്ങിയത്. ഞാനാകുന്നു ആ ദൈവം എന്റെ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ ചെങ്കടലിന് മുമ്പിൽ ഞാൻ വന്ന് നിന്നെങ്കിലും അതെന്നെ കൊണ്ടു നിർത്തിയ ദൈവമാണ്. ആ ദൈവം കൊണ്ടു നിർത്തിയപ്പോൾ ജനം പുറത്ത് മോശ കരഞ്ഞെങ്കിൽ പോലും അതിനുള്ളിൽ വഴി ആരും കാണാത്തൊരു വഴി ഒരുക്കി വെച്ചിട്ട് ദൈവം കൊണ്ടു നിർത്തിയെന്ന് മോശക്കറിയാം. അല്ലെങ്കിൽ ഫറവോന്റെ സൈന്യത്തിന് മുമ്പിൽ പരാജയമല്ലെങ്കിൽ അവരെ പിടിച്ച് വീണ്ടും അടിമത്തത്തിൽ കൊണ്ടുപോകാനായിട്ട് വിളിച്ചിറക്കിയിട്ട് ദൈവം പകുതിക്ക് വെച്ച് ചെയ്യത്തില്ലെന്ന് മോശയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത് നമ്മളെയൊക്കെ വിളിച്ചിറക്കിയത് തന്നെയാണെന്ന്. അവരെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കിയ പോലെ വിളിച്ചിറക്കിയത് നമ്മളൊരു മരുഭൂമി യാത്രയിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ആമി പകുതി വഴിക്ക് വെച്ചിട്ട് ദൈവം അയ്യോ അവര് വരുന്നുണ്ട്, നിങ്ങൾ ഇനി ഇതിനകത്തോട്ട് അല്ലെ ഇവിടെ നിന്നോ, അല്ലെങ്കിൽ ഇത് ആ യാത്രയൊക്കെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് തിരിച്ചു പോക്കോ, പറവാനോട് പൊക്കോ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു വിടത്തില്ല. നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മറുകരയ്ക്ക് എത്തിക്കുന്ന ദൈവമാണ്. ഇവിടെ യുദ്ധത്തിന് വേണ്ടി അവർ ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു കാര്യം മാത്രം അവർ കൂടെ ഉണ്ടായിരുന്നു, അവരുടെ ദൈവമായി യഹോവ. ഞങ്ങളുടെ കൂടെയുണ്ട്, യുദ്ധവീരനായ സൈന്യങ്ങളുടെ യഹോവന്റെ കൂടെയുണ്ട്. അവർ ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് ദൈവം അവരെ ശത്രുവിനെ പരാജയപ്പെടുത്തരുത്, അവരുടെ സൈന്യത്തിന്റെ ബഹുത്വത്താൽ പരാജയപ്പെട്ടെന്നല്ല, ദൈവം അതുകൊണ്ട് തന്നെ ഭീതിയാണ്. അപ്പൊ നമ്മുടെ നേരെ ശത്രു എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പല മേഖലകളിൽ നിൽപ്പുണ്ട്. അത് രോഗമായിട്ട്, ഭാരമായിട്ട്, കുടുംബ ബന്ധത്തിലുള്ള ശിഥിലതയായിട്ട്, അങ്ങനെ പല കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട്, ഇങ്ങനെയൊക്കെ നമ്മുടെ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ചോണം, നമ്മുടെ കൂടെയുള്ളവന് ലോകത്തുള്ളവനെക്കാട്ട് വലിയവനാണ്. ഈ ദൈവം നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് നമ്മൾ പരാജയപ്പെടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ പരാജയമല്ല. നമ്മൾ ജയത്തോട് തന്നെ നമ്മൾ മുൻപോട്ട് നമ്മൾ എവിടേക്കാണ്, ഏത് ഡെസ്റ്റിനേഷനിലാണോ ദൈവം നമ്മളെ വിളിച്ച് അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആ പാറമേലാണ് നമ്മുടെ വീട് അടിസ്ഥാനം ഇട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ കുലുങ്ങി പോകത്തില്ല. കാറ്റടിക്കും, വൻമഴ പെയ്യും, പക്ഷേ ഹല്ലേലൂയ പാറമേൽ അടിസ്ഥാനമിട്ട വീട് നിലനിൽക്കുന്ന പോലെ നമ്മൾ നിലനിൽക്കുക തന്നെ. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൽ പൂർണ്ണാശ്രമിക്കണം. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പോകുന്ന ഒരു ആന്റി ഞാൻ ദുബായി വെച്ചിട്ട് ഒരു ദിവസം ആ മീറ്റിങ്ങിൽ ഞാനും പോയി. തിരിച്ച് അന്ന് എൻ്റെ വണ്ടിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം. വണ്ടി ഇല്ലാതെ നിന്നപ്പോൾ ഞാനൊരു നേരത്തെയുള്ള അവിടെ ഞാൻ സാധാരണ അവിടെ പോകുന്നതല്ല, അപ്പൊ എനിക്ക് വണ്ടി ഇല്ലാത്തത് കൊണ്ട്, വണ്ടി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് നേരത്തെ നടക്കുന്നത് ഏതെങ്കിലും ചർച്ചിൽ നിന്ന് പോയിട്ട് വരാന്നത് പോയി. അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പം എനിക്കൊരു വാഹനം ദൈവം തന്നു. തിരിച്ചു പോരുമ്പോൾ പ്രെയർ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ തിരിച്ചു നടന്നു പോരാന്ന് വിചാരിക്കുമ്പോൾ ഒരു ആന്റി പെട്ടെന്ന് എന്നെ കണ്ട് തിരിഞ്ഞു നിന്ന് എന്നോട് ചോദിച്ചു, ഹല്ലേലൂയ ഇങ്ങോട്ടാ, എവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ? ഞാൻ ഒറ്റയ്ക്കുള്ളൂ, വണ്ടി ഉണ്ടേ പറയില്ല, എവിടെയാ താമസം? ഞാൻ പറഞ്ഞു ഇങ്ങനെ അൽനാഥയാണ്. ഞങ്ങൾ അങ്ങോട്ടാ കൊണ്ടുവിടാന്ന് പറയുമോ? പക്ഷെ വണ്ടി കയറി ആന്റിയുടെ ആന്റി എന്നോട് ഇങ്ങനെ പറഞ്ഞു, കാത്തലിക്സ് എന്ന് വന്നയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൽ നിന്ന് വന്നെയാണ്. പിന്നെ പക്ഷേല് ഞങ്ങള് മാതാവിനെ വിട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കാര്യം നടത്തുന്നവരിൽ നല്ലത് മാതാവ്. അതുകൊണ്ട് ഞങ്ങൾ മാതാവിനെ വിട്ടിട്ടില്ല. പക്ഷെ പെന്തക്കോസ്തിൽ ഞാൻ ആന്റി എത്ര വർഷം രക്ഷിക്കപ്പെട്ടിട്ട്? 10 വർഷമായി. 10 വർഷമായിട്ട് മറ്റേ പിടിവിട്ടിട്ടില്ല. എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ മാതാവിനെ അങ്ങ് വിട്ടുകളയൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ ഒരു വർഷമുള്ള വിശ്വാസത്തിൽ വന്നിട്ട് ഞാനൊന്ന് ചിരിച്ച ആന്റി ഒന്ന് വിട്ടിട്ട് ഹല്ലേലൂയ. ഇതാണ് ഇന്ന് പലരുടെ അവസ്ഥ. ഹല്ലേലൂയ. ഈ വള്ളത്തിൽ കയറി നിൽക്കുമ്പോൾ അപ്പുറത്തെ വള്ളത്തിൽ കാല് വെച്ചേക്കുക. എന്താ സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആകരുത്. നമ്മളുടെ ദൈവം വിശ്വസ്തനാണെങ്കിൽ നമ്മളിലും ആ വിശ്വസ്തത ഉണ്ടാകണം. നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നതന്നെ നായ്ക്ക് ഛർദ്ദിക്ക് തിരിഞ്ഞ നായെ പോലും ആമയെ കുളിച്ചിട്ട് ചെളിയിലേക്ക് കൊണ്ടുപോകുന്ന പന്നിയെന്നും പോലെ ഉപമിക്കുന്ന പോലെ നമ്മൾ അങ്ങനെ ആകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവമായ യഹോവ, നമ്മുടെ ദൈവം സത്യദൈവം എന്ന് പറയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പക്കൽ കപടതയില്ല, നീതിമാനായ ദൈവമാണ്. ആ ദൈവത്തെ സേവിക്കാൻ നിൽക്കുന്നേ നീ കപടതയില്ലാതെ വിശ്വസ്തയോടെ സേവിക്കാൻ നിൽക്കണം. കാര്യം കാണാൻ വേണ്ടി ഒരു ദൈവം മറ്റൊരു സ്ഥലം ആശ്രയിച്ചിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ ദൈവത്തെ പൂർണ്ണ ആശ്രയം വെക്കുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോട് നമ്മുടെ ദൈവത്തെ സേവിക്കാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ ശക്തിയോട്, പൂർണ്ണ ബലത്തോടും ആയിരിക്കണം. അല്ലാതെ പകുതി അവിടെയും പകുതി ഇവിടെയായിട്ട് വിട്ടുതിരിഞ്ഞതിനൊക്കെ തിരിച്ചു പോയിട്ട് ആവശ്യ സമയത്ത് പോയി അങ്ങോട്ടും പോയി ജോത്സ്യന്റെ അടുത്തേക്കും പോയി ആവശ്യ സമയത്ത് ഇപ്പുറത്തോട്ടും പോയിട്ട് ഇടയ്ക്ക് ഞാനും എന്നാന്ന് പറഞ്ഞു വന്നിരിക്കും. ഇങ്ങനെ നിൽക്കുന്നവരാണ് ഇന്ന് ദൈവസഭയ്ക്കുള്ളിൽ പരാജയം കൊണ്ടുവരുന്നത്. ഇങ്ങനെ നിൽക്കുന്നവരാണ് ദൈവസഭയ്ക്കുള്ളിൽ പിന്നെ തകർച്ചയും കൊണ്ടുവരുന്നത്. കാരണം അവർ കാണുന്നതും കേൾക്കുന്നതൊക്കെ അവരുടെ ഉള്ളിലിരിക്കുന്ന പിശാചിന്റെ ഇൻഫ്ലുവൻസ് പലതും പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തെ സേവിക്കാൻ നിൽക്കുന്ന ഇതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, നല്ല വിത്തിന്റെ ഇടയ്ക്ക് വിതച്ച് പൊങ്ങി വന്ന കള. ഇതെന്താ പറയുന്നത്? അപ്പൊ അവര് വിചാരിക്കുന്നേ ഞങ്ങൾ നല്ല വിത്തായിട്ടൊക്കെ വിളഞ്ഞു നിൽക്കുക. ദൈവം പറയും കുഴപ്പമില്ല, ഇപ്പൊ പിഴുതാ നല്ലതും കൂടെ പോകുന്നുണ്ട്, കള വളർന്നോട്ടെ, രണ്ടും ഒന്നിച്ച് വളർന്നോട്ടെ എന്ന് പറയുന്ന കണക്ക് ഹല്ലേലൂയ. അവിടെ നിർത്തിയേക്ക് എപ്പോഴെന്താ അവസാനം കെട്ട് തീയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് പറ്റി. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി കാണാം നമ്മൾ നിൽക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ
ആമീൻ ഹാലേ. നമ്മൾ ഒരിക്കലും ഇരുമനസ്സുള്ളവരാകല്ലേ ഹാലേലിയ, അസ്ഥിരരാകല്ലേ. നമ്മൾ എന്തിനെങ്കിലും വന്ന് ഉറച്ചു നിൽക്കണം ഹാലെ നമ്മുടെ ദൈവത്തിന്. നമ്മുടെ ജീവിതത്തെ പരാജയം എന്ന് നമുക്ക് തോന്നില്ല, ഞാൻ പറയാം, അതൊരു പരാജയമല്ല. ജയത്തിലേക്ക് നമ്മളെ നടത്തുന്നതാണ് ഹാലെ. ആ ജയം നമ്മുടെ കൂടെയുണ്ട്. ആ ഉറച്ച വിശ്വാസത്തിന് മുമ്പോട്ട് നമ്മുടെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. നമ്മുടെ കൂടെ ആരുമില്ലെങ്കിൽ ലോകം മുഴുവൻ തന്നെ ഉപേക്ഷിച്ചാലും, അപ്പനെ അമ്മയും തന്നെ ഉപേക്ഷിച്ചാലും, സഹോദരങ്ങൾ തന്നെ തള്ളിപ്പറഞ്ഞാലും ഹാലേലിയ, ആമീൻ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവനെ പരാജയപ്പെടുത്താൻ പറ്റും. ദൈവം എവിടെ ആഗ്രഹിക്കുന്നു ആ പൊസിഷനെ കൊണ്ടിരുത്താൻ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയും യോസഫാണ്. ഹാലേലിയ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിട്ട് ഹാലേലിയ ചെന്നിടത്തെല്ലാം ആമേ ഹാല പരാജയം നമുക്ക് തോന്നിയെങ്കിൽ ഹാലേലിയ ദൈവം കൂടെ, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ദൈവം ഏത് പൊസിഷനിൽ കൊണ്ടിരുത്തുവാൻ ആഗ്രഹിച്ചോ അവിടെ കൊണ്ട് ഇരുത്തുക തന്നെ ചെയ്തു ഹാലേലിയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹാലേലിയ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ഹാലേലിയ. ആരൊക്കെ നമ്മൾ തള്ളിപ്പറഞ്ഞാൽ, ആരൊക്കെ ഉപേക്ഷിച്ചാൽ നമ്മൾ സങ്കടപ്പെടുകയും വിഷമിക്കുകയും വേണ്ട. കാരണം എന്റെ കൂടെ ഹാലെ ലോകത്തിനുള്ളേക്കാൾ വലിയവൻ എന്റെ കൂടെയുണ്ട്. ഞാൻ ഒരിക്കലും പരാജയമല്ല. ഞാൻ ഇന്ന ജയത്തോട് ഹാല ജയത്തിലേക്ക് നടത്താൻ കഴിയും. സർവ്വശക്തൻ എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിലും ധൈര്യത്തെ മുൻപോട്ട് ഈ വചന ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.